എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് അമ്മൂട്ടി, ഇന്ന് എന്താണ് നമ്മുടെ ഇന്നത്തെ പരിപാടി? ഇന്ന് എന്താ സംഭവം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തപ്പോഴത്തേന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്കൊരു കമന്റ് ചെയ്തു, നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാവുന്നു. ആ വീഡിയോ എന്താണെന്ന് വെച്ചിട്ട് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു, ഒരുപാട് യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേന് അതിന്റെ ഒരു ഐഡിയ കിട്ടി. സോ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അമ്മൂട്ടി, നിനക്ക് അത് സംഭവം എന്താണെന്ന് മനസ്സിലായോ? എന്ത് രഹസ്യം പറഞ്ഞ് രഹസ്യം പറയാ എന്ന് മാത്രമേ ഇവള് പറഞ്ഞിട്ടുള്ളല്ലോ. അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും, എങ്ങനെ അത് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവരും എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ആൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗാർഗിമോൾ എത്തിയിട്ടുണ്ട്. ഗാർഗിമോൾ വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓൺ സ്പോട്ടിൽ പ്രസൻസ് ആണെന്ന് പറഞ്ഞ് ഗാർഗി ഇവിടെ എത്തിയിരിക്കും. അല്ല ഗാർഗിമോളെ? ഗാർഗിമോൾ ഇന്ന് നല്ല കുളിച്ച് സുന്ദരിയൊക്കെ ആയിട്ടിരിക്കുന്ന കേട്ടോ. കുളിക്കാത്ത ആളാണ് ഇയാള്. പൊടിയാടുന്നു. കുളിക്കും, ഇയാള് കുളിക്കൂല. ഓ, നിങ്ങൾ പെണ്ണുങ്ങൾ പിന്നെ വലിയ മെച്ചോ. നിങ്ങൾ കുളിക്കും എന്നുള്ള പ്രഹസനത്തിൽ നിങ്ങൾ മേക്കപ്പ് ചെയ്ത് നടക്കുന്ന ടീംസ് അല്ലേ നിങ്ങൾ? എല്ലാരെയും ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിള്ളേരോട് ചോദിച്ചപ്പോ നിങ്ങൾ പെണ്ണായി ജനിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. ഞാൻ ഫസ്റ്റ് തേച്ച് മെനിച്ച് കുളിക്കും. ആ സത്യമാണോ? അല്ല, ഞാൻ കുളിക്കും കേട്ടോ. എനിക്ക് ചൂട് ഭയങ്കര കൂടുതൽ, അതുകൊണ്ട് എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടം. സോ എനിവേ, ഇന്നത്തെ ഒരു ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ചലഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം സക്സസ് ആവുന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ സക്സസ് ആക്കണം കൂടി. യെസ്. സോ എനിവേ, നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗാർഗിമോളെ, ഇതെന്തിങ്ങനെ ഇരിക്കുന്നേ? കണ്ണിട്ട് നോക്കുന്നേ. ഹൈ, എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഹായ് കൊടുക്ക്. ഷെയ്ക്ക് ഹാൻഡാ. ഇന്നൊരു മൂടില്ല. സംഭവം രാവിലെ പുള്ളിക്കാരത്തിന് ഞാൻ തേച്ച് മിനിക്കുന്നു കുളിപ്പിച്ചു. അതല്ലേ നേരത്തെ പറഞ്ഞത്? അതെ, അതിന്റെ പിണക്കത്തിലാണ് അവൾ ഇരിക്കുന്നത്. അതാണ് സംഭവം. ഇതുവരെ ഈ ഒരു വീഡിയോ എന്താണെന്ന് മനസ്സിലാവാതെ നിൽക്കുന്ന അമ്മൂട്ടി ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചലഞ്ച് ആരും ചെയ്ത് കണ്ടിട്ടില്ല. നമ്മൾ ഉദ്ദേശിച്ച തന്നെയാണോ? ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കും. അതായത് ഞാൻ എന്താ ഇവളുടെ വായങ്ങ് പൊത്തും, വായ ശ്വാസം വിടാത്ത സ്ഥലം തരും. അത് ഇങ്ങനെ അടച്ചതിന് ശേഷം, ഇങ്ങനെ പൊത്തി വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഒരു രഹസ്യം ഇവളോട് പറയുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത രഹസ്യം ഇങ്ങനെ ആയിരിക്കും. പക്ഷെ ആ ഒരു രഹസ്യം വാ തുറക്കാതെ നീ എക്സ്പ്രസ് ചെയ്യണം. എക്സ്പ്രസ് ചെയ്യുന്ന സംസാരിക്കണം. സംസാരിച്ച് ആ രഹസ്യം എന്താണെന്ന് പറയണം. അത് മനസ്സിലാക്കേണ്ട ആള് ചേട്ടയാണ്. അപ്പൊ ഒരാളെ നമുക്ക് എന്തായാലും വേണമെന്ന് പറഞ്ഞല്ലോ ഇത് മനസ്സിലാക്കാൻ. കൂടെ നിങ്ങളും നമ്മളെല്ലാരും ഒരുമിച്ചിരുന്നാണല്ലോ ഇത് ചെയ്യുന്നത്. ഇപ്പൊ നിനക്ക് ഏകദേശം ഐഡിയ കിട്ടിയോ? നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയോ? അപ്പൊ നമുക്കൊന്ന് വർക്ക്ഔട്ട് ആവോ ഇല്ലോ നമുക്ക് നോക്കാം. ബാക്കി ശേഷം നമുക്ക് വിഷ്വലിൽ കാണാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യൂവർ നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് ഹലോ ഇങ്ങനെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടുണ്ട്. ഹലോ കുഞ്ഞാടെ, നമ്മുടെ വീഡിയോയില് ഇന്നത്തെ ഒരു മെയിൻ ഒരു എന്താണ് അതിന് പറയുന്ന കുട്ടി? മെയിൻ ഒരു സംഭവം വഹിക്കേണ്ടത് കുഞ്ഞാട്ടയാണ്. മനസ്സിലായോ? ഇതൊരു ചലഞ്ച് വീഡിയോ. ചലഞ്ച് വീഡിയോ ആണ്. ഓക്കെ, ഈ ചലഞ്ച് വീഡിയോയിൽ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അതായത് ഞാൻ ഇവളുടെ മുഖത്തടിയല്ല. അതായത് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു തന്നല്ലോ. അതായത് ഇവളുടെ ഇങ്ങനെ പൊത്തിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു രഹസ്യം പറയും. അത് ഇവിടെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കും. ആ എക്സ്പ്രസ് ചെയ്ത സംഭവം അത് ഇങ്ങനെ കണ്ടുപിടിക്കണം അതെന്താണെന്ന്. അത് ഇവളത് മനസ്സിലാക്കി പറയുന്നതിന്റെ കാര്യം എന്താ? അത് ഇവളത് എക്സ്പ്രസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ചായ, ഈ ചായയാണ് നമ്മുടെ മെയിൻ. ഇതാണ് എന്റെ ചായ മൊത്തം കുടിച്ചു തീർക്കുന്ന ഇവരാണ്. എന്റെ പേര് പറയും. ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ ഒരു മെയിൻ ഘടകമാണ് കേട്ടോ. ഈ ഉഞ്ഞാട്ടയ്ക്ക് ചായ മെയിൻ, എനിക്ക് ചായ മെയിൻ. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ ഉഞ്ഞാട്ടയ്ക്ക് രാവിലെ വർക്ക് ചെയ്യുമ്പോഴത്തേനും ഇവിടെ ചായ കൊണ്ട് കൊടുക്കും. അപ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്കും കിട്ടും. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ സ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം കുഞ്ഞാടെ. നീ റെഡിയാണോ? റെഡി? ഞാൻ ഇവൾക്ക് ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോവാണ്. രഹസ്യങ്ങളെല്ലാം പരസ്യമാക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, റെഡി? ഞാൻ നിന്റെ ഇത് വാ പൊത്തുവാണേ. എന്നിട്ട് ഞാൻ അഭിനയിക്കണം. നീ അത് എങ്ങനെയെങ്കിലും ഉഞ്ഞാട്ടനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ക്യാമറ ആക്ഷൻ. റെഡി? എന്തു എന്തത്? നീ എന്നെ ഇല്ല. റെഡി? ഓക്കെ, റെഡി? നോക്കി കുഞ്ഞടെ രഹസ്യം പറഞ്ഞു വെച്ചു. വായി മൂക്കും പൊത്തി പറയാൻ പാടില്ല. വളരെ രഹസ്യമാണോ? അത് അവളോട് പറയണ്ടെന്ന് പറഞ്ഞാൽ പറയാതിരുന്ന
നിന്റെ വായും മൂക്കും പൊത്തിപ്പിടിക്കും. അതാണ് ചലഞ്ച്. അവസാനം ഇവിടെ കാണിക്കുന്നത് നീ പറഞ്ഞ് കാണിച്ചു കൊടുക്കണേ. ഇത് കൈയെടുത്ത അവള് മിണ്ടാതിരുന്നാ പോരെ. ഇല്ല ഇത് അല്ലാതെ തന്നെ കാണിക്കണം. അതാണ് സീക്രട്ട്. സീക്രട്ട്. നീ പറഞ്ഞു ശ്രദ്ധിക്ക് മുഖത്ത് ഭാവം നോക്ക്. നീ ഇപ്പൊ കൈ അങ്ങനെ വെച്ചിട്ട് ഭാവം നോക്കാൻ ഞാൻ ഇവിടെ നോക്കാൻ. എനിക്ക് ചെറിയൊരു ലൈവ് ഉണ്ട്, ലവ് ഉണ്ടെന്ന്. ആ എനിക്കോ അത് കാണിച്ചു കൊടുക്ക്. രഹസ്യ സംഭവം ഉള്ളത് തന്നെയാ. എനിക്ക് അവൻ പറഞ്ഞു അവൻ ഒരു ചെറിയ ലവ് സെറ്റാക്കി തരാമെന്ന്. അതാണ് ഇതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ആക്ഷൻ ഒക്കെ ഇട്ടിട്ട് ആകെ നശിപ്പിച്ച് കളഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നിനക്ക് ഇനി എന്നോട് എന്തെങ്കിലും രഹസ്യം പറയണമെങ്കിൽ പറയാം. ഞാനത് കുഞ്ഞാട്ടനെ വീണ്ടും കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. അത് നടക്കുമെന്ന് ഓക്കെ, റെഡി, തുടങ്ങിയോ? എന്തും എന്തും, അതായത് നിന്റെ രഹസ്യങ്ങളായിക്കോട്ടെ, എന്റെ രഹസ്യങ്ങളായിക്കോട്ടെ, കുഞ്ഞാട്ട രഹസ്യങ്ങളായിക്കോട്ടെ, എന്തും. ബട്ട് ഇതായത് ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് പറഞ്ഞപ്പോഴത്തേനും കുഞ്ഞാട്ടേക്ക് മനസ്സിൽ ലഡു പൊട്ടിയില്ലേ? എന്തിന് ഇപ്പൊ ഞാൻ ഈ രഹസ്യം പറഞ്ഞപ്പോഴത്തേനും എന്നോട് അതൊരിക്കലും നടക്കില്ല. സിംഗിൾ പസംഗ്. എന്താ ഇപ്പൊ പറയാ? നീ പറഞ്ഞു നിനക്ക് നീ പല രഹസ്യങ്ങളും എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടില്ലേ? ആ രഹസ്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യൂ. അല്ല, ഉഞ്ഞാട്ട ഇതും മനസ്സിലാക്കി എടുക്കുമെന്ന് നോക്കാം. എന്റെ ആണെങ്കിൽ എന്നെ, നിന്റെ ആണെങ്കിൽ നിന്റെ, എന്തും. ഓക്കെ, പറഞ്ഞോ. ചെവിയിൽ വന്നിട്ട് പറയാ എന്താ പറയാന്ന്. ഓക്കെ, നീ ഒരു രഹസ്യം, നിനക്ക് ഞാൻ അറിയാത്ത എന്തെങ്കിലും രഹസ്യം ഉണ്ടോ? ഇല്ല. എന്താ പറയണ്ടേ? ഇല്ല. എന്ത് ഉണ്ടാക്കിയാണെങ്കിലും പറഞ്ഞോ. ഇനിയിപ്പൊ അതെങ്കിലും ഞാൻ എക്സ്പ്രസ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അതൊന്നും പറയാൻ പറ്റൂല. ഓക്കെ ഓക്കെ ഓക്കെ. നിനക്ക് നിനക്ക് ഇവൻ എന്തൊക്കെ നീ വാ ഓർക്കുന്നുണ്ട്. നീ ഷിറ്റ് ഒന്ന് രണ്ടോ നീ ചെറിയ ഒന്നാ വലിയ ഡിസ്കോ ഡാൻസോ ചെറിയൊരു കല്യാണം കഴിക്കണം ചെറിയ ചെറുത് ചെറുതിന്റെ അപ്പറേ ഉള്ളയാ ഇല്ല മിണ്ടുന്നില്ല ഒന്ന് ഒന്ന് നിനക്ക് വേറൊരു കല്യാണം കഴിക്കണം ഞാനും നീയും നീ ഒറ്റയ്ക്ക് എങ്കിലും ഒന്നിൽ ഉറച്ചിക്കുക നീ ഒന്ന് ഉറങ്ങണോ കെട്ടിപ്പിടിക്കണോ കെട്ടിപ്പിടിക്കണ്ടേ കെട്ടിപ്പിടിക്കണ്ട അതിന്റെ അപ്പുറം വേറെ എന്തോ നീ കെട്ടി മറിയണമെന്നോ കെട്ടി പറക്കണമെന്നോ പോടാ കറക്റ്റ് മനസ്സിലായി. ചേട്ടൻ ഉദ്ദേശിക്കുന്നു മാറി പറക്കണമെന്നോ? ഇതെന്താ കോഴിയായിട്ട് നടക്കണമെന്നോ? നീയോ നിനക്ക് പാറി പറക്കണമെന്നോ?
അതിപ്പോ നീ ഒരു കോഴിയാണ്. സൗണ്ട് വരുന്നുണ്ട് കേട്ടാ. അത് നീ ഫെയിലായി. ടീച്ചർ തോറ്റു. പിന്നെ കിട്ടട്ടെ ഇതിനെ. ഞാൻ കോഴീനെ പറയാൻ ഞാൻ ശ്രീലമ്പടൻ ഉദ്ദേശിച്ചു. പിന്നെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ശ്രീലമ്പടനാവുമ്പോ ഞാനൊരു ശ്രീലമ്പടനാണ്. കോഴി, ഈ കോഴിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കോഴി തന്നെ കുക്കു ഇങ്ങനെ ആക്കിയാ പറയാ. കുക്കു എന്നാക്കുന്ന എന്തിനാ? പറഞ്ഞിട്ട് കാര്യം. എങ്ങനെയുണ്ടായിരുന്നു മുടി? കൊള്ളാം. കുഞ്ഞേട്ടെ എങ്ങനെയുണ്ട് ഈ സംഭവം? കൊള്ളാം. പല മനസ്സിലായിരുന്നു. അമ്മ പറഞ്ഞ എനിക്ക് ഏറ്റവും മനസ്സിലായി. അമ്മ ഭയങ്കര ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാൻ അനക്കിയില്ല. പിന്നെ അഭിനയിച്ചല്ലേ കാണിക്കണ്ടേ? അത് ഞാൻ അഭിനയിച്ചിട്ട് നിന്റെ അഭിനയം പോരാ. അഭിനയിച്ച് ശരിയായില്ല. ആക്ടർ. നീ ഭയങ്കര ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈ സാധനങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ സാധനങ്ങൾ ഞാൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിനക്കെന്നെ കാണിക്കത്തില്ലേ? ഞാൻ കാണിച്ചല്ലോ. എന്ത്? ശ്രീലമ്പടൻ, കോഴി, ഇതിനകത്തൊക്കെ ഞാൻ ആ സാധനം കാണിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാവോന്ന് ചോദിച്ചിട്ട് പറഞ്ഞപ്പോഴത്തേന് നമ്മളൊന്ന് ഒന്ന് ചലഞ്ച് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. അറിയില്ല കേട്ടോ. മേ ബി ഇതൊക്കെ തന്നെ ആയിരിക്കാം. ആ ഒരു കമന്റ് കണ്ടപ്പോഴത്തേന് എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നല്ല വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് ഉറപ്പായിട്ട് അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്തുക. അത് തന്നെ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.